നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും പഠിച്ചതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അതിൽ ആദ്യത്തേത് സീരീസ് കോമ്പിനേഷൻ. ഈ ഡയഗ്രാം നോക്കുക. ഹിയർ യു ഹാവ് 3 resistors R1, R2 and R3 connected in series to a PD of V volt. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്, R1 ഒഴുകുന്ന കറണ്ടും I ആണ്, R2 ഒഴുകുന്ന കറണ്ടും I ആണ്, R3 ഒഴുകുന്ന കറണ്ടും I ആണ്. നമ്മളിവിടെ കൊടുത്ത പൊട്ടൻഷ്യൽ PD V വോൾട്ട് ആണ്. അതിൽ നിന്നും V1 വോൾട്ട് R1 അക്രോസ് ആയിട്ട് വരും, V2 വോൾട്ട് R2 അക്രോസ് ആയിട്ട് വരും, V3 വോൾട്ട് R3 അക്രോസ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താ? ഒരു സീരീസ് കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് സെയിം കറണ്ട് ആയിരിക്കും, പക്ഷേ PD ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് പറയാം V ഈക്വൽസ് V1 പ്ലസ് V2 പ്ലസ് V3. ഇനി V1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള R1 അക്രോസ് ആയിട്ടുള്ള PD ആണ് അല്ലേ. R1 കറണ്ട് എത്രയാ? I. ഫസ്റ്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ R1 അല്ലേ. ഇപ്പൊ V1 വരെ I ഇൻറ്റു R1. ഓംസ് ലോ അനുസരിച്ച് നിങ്ങൾക്ക് അറിയാം V = IR ആണ്. ഫസ്റ്റ് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് I, അതിന്റെ വാല്യൂ R1 ആണ്, റെസിസ്റ്റൻസിന്റെ വാല്യൂ R1 ആണ്. സോ യു ക്യാൻ റൈറ്റ് V1 ഈക്വൽസ് I ഇൻറ്റു R1. അതേപോലെ സെക്കൻഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള PD V2 എത്രയായിരിക്കും വരിക? സെക്കൻഡ് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് I, റെസിസ്റ്റൻസിന്റെ വാല്യൂ R2. സോ V2 ഈക്വൽസ് I ഇൻറ്റു R2. അതുപോലെ V3 വരിക I ഇൻറ്റു R3. സോ യു ക്യാൻ റൈറ്റ് V ഈക്വൽസ് IR1 പ്ലസ് IR2 പ്ലസ് IR3. I കോമൺ ആണ്. V ഈക്വൽസ് I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. അതിന് ഇക്വേഷൻ 1 കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഈ 3 റെസിസ്റ്റേഴ്സിനും പകരമായിട്ട് ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ഇതേ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതേ ബാറ്ററിയിലേക്ക് ഈ 3 റെസിസ്റ്റേഴ്സിന് പകരമായിട്ട് ഒരു സിംഗിൾ റെസിസ്റ്റൻസ് R കണക്ട് ചെയ്യുന്നു. അങ്ങനെയാവുമ്പം ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? I. ഈ 3 റെസിസ്റ്റേഴ്സ് ആയിരുന്നപ്പോഴുള്ള കറണ്ട് എത്രയാണ്? I. ഈ സിംഗിൾ റെസിസ്റ്റൻസ് അതേ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തപ്പോൾ കറണ്ട് എത്രയാണ്? I. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ 3 റെസിസ്റ്റേഴ്സിന് പകരമായിട്ട് ഈ സിംഗിൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കാം. അതിന് പറയാം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാണ്. ഇവിടെ എത്രയാണ് വിന്റെ ഇക്വേഷൻ വരെ? എന്താണ് ഈ ചിത്രത്തിൽ വിന്റെ ഇക്വേഷൻ എന്താ വരിക? V ഈക്വൽസ് IR. നമുക്ക് ഇക്വേഷൻ 2 കൊടുക്കാം. ഇവിടെയുള്ള വിയും ഇവിടെയുള്ള വിയും സെയിം ആണ്. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സെയിം ആണ്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഫ്രം 1 ആൻഡ് 2 you will get IR equals I into R1 plus R2 plus R3 or R equals R1 plus R2 plus R3. So in series combination the effective resistance is given by R equals R1 plus R2 plus R3. ഇനി നമ്മൾ സീരീസ് കോമ്പിനേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. ആദ്യം ഒരു എക്സാമ്പിൾ നോക്കുക. R1 equals 1 ohm, R2 equals 2 ohm and R3 equals 3 ohm are connected in series. What will be the effective resistance? നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല R equals R1 plus R2 plus R3 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 plus 2 plus 3 equals 6 ohm. ഈ രീതിയിലാണ് നമ്മൾ സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാം. രണ്ടാമത്തെ പോയിന്റ്, ദിസ് കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റെസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് 1 ohm, 2 ohm, 3 ohm ആയിരുന്നു. അത് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് ഡിഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ohm ആണ്. യു ക്യാൻ സീ ദാറ്റ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ R1, R2 ആൻഡ് R3. സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റെസിസ്റ്റൻസ്. മൂന്നാമത്തത്, the PD is maximum across the highest resistance. അതെങ്ങനെയാണ് അങ്ങനെ വരിക? നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടും ഒരേ കറണ്ടാണ്. നമ്മൾ ഇക്വേഷൻ V = IR എന്നാണ്
എല്ലാ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് സെയിം കറണ്ട് ആയിരിക്കും. സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ കറണ്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വി മാക്സിമം ആവാൻ എന്ത് മാക്സിമം ആവേണ്ടി വരും? റെസിസ്റ്റൻസ് മാക്സിമം ആവേണ്ടി വരും. സോ യു ക്യാൻ സേ ദാറ്റ് ദ പി ഡി ഈസ് മാക്സിമം അക്രോസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്. ഈ പറഞ്ഞ എക്സാമ്പിളിൽ R3ക്ക് അക്രോസ് ആയിട്ടായിരിക്കും മാക്സിമം പി ഡി വരിക. എല്ലാ റെസിസ്റ്റേഴ്സിലും സെയിം കറണ്ട് ആയിരിക്കും, പി ഡി മാക്സിമം വരിക R3ക്ക് അക്രോസ് ആയിട്ടായിരിക്കും. നാലാമത്തെ പോയിന്റ്, ഇഫ് n resistors each of resistance R1 are connected in series, what will be the effective resistance? എല്ലാ റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂ R1 ആണ്. അങ്ങനത്തെ n റെസിസ്റ്റേഴ്സ് ഉണ്ട്, അവയെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. Then we can write RS, the effective resistance RS equals R1 plus R1 plus R1 plus etc. That is equal to n R1. ഇനി അടുത്തത് പാരലൽ കോമ്പിനേഷൻ ആണ്. Here you can see three resistors R1, R2 and R3 connected in parallel to a PD of V volt. പാരലൽ കോമ്പിനേഷനിൽ ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടും ഒരേ പി ഡി ആയിരിക്കും. R1 അക്രോസ് ആയിട്ടും R2 അക്രോസ് ആയിട്ടും R3 അക്രോസ് ആയിട്ടും ഒരേ പി ഡി ആയിരിക്കും. പക്ഷേ കറണ്ട് ഡിഫറെൻ്റ് ആണ്. R1 അക്രോസ് ആയിട്ടുള്ള കറണ്ട് I1, R2 അക്രോസ് ആയിട്ടുള്ള കറണ്ട് I2, R3 അക്രോസ് ആയിട്ടുള്ള കറണ്ട് I3. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താ? പാരലൽ കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് ഒരേ പി ഡി ആയിരിക്കും, പക്ഷേ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഈ സെല്ലിൽ നിന്ന് ഒഴുകുന്ന കറണ്ടാണ് I. യു ക്യാൻ റൈറ്റ് I ഈക്വൽസ് I1 പ്ലസ് I2 പ്ലസ് I3. I1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടാണ്. നമുക്കറിയാം I is equal to V by R എന്നാണ് അല്ലേ. ഫസ്റ്റ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പി ഡി എത്രയാണ്? V. റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാ? R1. അപ്പം നിങ്ങൾക്ക് പറയാം I1 ഈക്വൽസ് V by R1. I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടാണ് I2. Then you can write I2 equals V by R2. അതേപോലെ you can write I3 equals V by R3. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I equals V by R1 plus V by R2 plus V by R3. V കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കുക. I equals V into 1 by R1 plus 1 by R2 plus 1 by R3. ഇനി നമ്മൾ ഈ മൂന്ന് റെസിസ്റ്റേഴ്സിനും പകരമായിട്ട് ഒരൊറ്റ റെസിസ്റ്റർ R എന്നുള്ളൊരു റെസിസ്റ്റർ ഇതേ പി ഡിയിലേക്ക് കണക്ട് ചെയ്യുന്നു. സെയിം പി ഡി. വി connect a single resistance R to the same PD V volt. കണ്ടില്ലേ? അതേ ഈ പി ഡിയും സെയിം ആണ്. അങ്ങനെയാവുമ്പം ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. നേരത്തെ ഈ മൂന്ന് റെസിസ്റ്ററും അതേ പി ഡിയിലേക്ക് കൊടുത്തപ്പോൾ ഒഴുകുന്ന കറണ്ട് എത്രയായിരുന്നു? I തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സേ ദിസ് റെസിസ്റ്റൻസ് R ഈസ് കോൾഡ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ മൂന്ന് റെസിസ്റ്ററിന് പകരമായിട്ട് നിങ്ങൾക്ക് സിംഗിൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കാം. അതിന് പറയുന്ന പേരാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതുക? I ഈക്വൽസ് V by R. ഇവിടെയുള്ള കറണ്ടും സെയിം ആണ്. ഈ രണ്ട് ഇക്വേഷനും 1ഉം 2ഉം ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പം യു ക്യാൻ റൈറ്റ് V by R ഈക്വൽസ് V into 1 by R1 plus 1 by R2 plus 1 by R3. രണ്ടെന്ന് V ക്യാൻസൽ ചെയ്താൽ യു ക്യാൻ റൈറ്റ് 1 by R ഈക്വൽസ് 1 by R1 plus 1 by R2 plus 1 by R3. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല 1 by R ഈക്വൽസ് 1 by R1 plus 1 by R2 plus 1 by R3. ഇനി അടുത്തത് പാരലൽ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളൊരു എക്സാമ്പിൾ നോക്കുക. R1 ഈക്വൽസ് 1 ohm, R2 ഈക്വൽസ് 2 ohm, R3 ഈക്വൽസ് 3 ohm are connected in parallel. What will be the effective resistance? ഫോർമുല എന്താണ്? 1 by R ഈക്വൽസ് 1 by R1 plus 1 by R2 plus 1 by R3. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 by 1 plus 1 by 2 plus 1 by 3. LCM എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് 11 by 6 എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 1 by RP is equal to 11 by 6. അങ്ങനെയാണെങ്കിൽ what will be the effective resistance RP? RP equals 6 by 11 ohm. ഒരു പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ്,
parallel combination is used to decrease the effective resistance. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 6/11 ഓം ആണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R1നേക്കാളും R2വിനേക്കാളും R3നേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്തിനാണ് ഉപയോഗിക്കുക? റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ പോയിന്റ്, the current is maximum across the smallest resistance. നമുക്കറിയാം ഒരു പാരലൽ കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടും ഒരേ പൊട്ടൻഷ്യൽ ആണ് അല്ലേ? എല്ലാ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടും ഒരേ വി ആണ്. അങ്ങനെയാണെങ്കിൽ ഏതിന് അക്രോസ് ആയിട്ടായിരിക്കും കറണ്ട് കൂടുക? റെസിസ്റ്റൻസ് കുറവുള്ളതിന് അക്രോസ് ആയിട്ടായിരിക്കും കറണ്ട് മാക്സിമം ഉണ്ടാവുക. ഈ പറഞ്ഞ എക്സാമ്പിളിൽ 1 ഓമിലാണോ 2 ഓമിലാണോ 3 ഓമിലാണോ കറണ്ട് കൂടുതൽ ഉണ്ടാവുക? റെസിസ്റ്റൻസ് കുറവ് R1 ആണ്, അതുകൊണ്ട് R1 അക്രോസ് ആയിട്ടായിരിക്കും മാക്സിമം കറണ്ട് ഉണ്ടാവുക. സോ our third point is the current is maximum across the smallest resistance. You are having n equal resistors, each of resistance R1 connected in parallel. What will be the effective resistance? Question substitute ചെയ്യാം. 1/Rp equals 1/R1 plus 1/R1 plus 1/R1. എല്ലാ റെസിസ്റ്റേഴ്സും ഒരേ വാല്യൂ ആണ്. അപ്പോൾ 1/Rp equals 1/R1 plus 1/R1 plus 1/R1 plus etc. അല്ലേ? അങ്ങനെ ചെയ്താൽ നമുക്ക് n/R1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ what will the value of Rp? Rp equals R1/n. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. n equal resistors are connected in series. Then they are connected in parallel. What will be Rs/Rp? ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സിന് ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് Rs എന്ന് കിട്ടി. പിന്നെ അവയെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് Rp എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ Rs/Rpൻ്റെ വാല്യൂ എന്താണ്? Rs സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? NR ആണ് അല്ലേ? If equal resistors each of value R are connected in series, then the effective resistance Rs equals NR. അതേപോലെ അതേ റെസിസ്റ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, വിൽ ഗെറ്റ് Rp equals R/n. അങ്ങനെയാണെങ്കിൽ Rs/Rp എന്ന് പറഞ്ഞാൽ NR divided by R/n. രണ്ടും R ക്യാൻസൽ ആയി പോകും. The value is n square. അടുത്ത നോക്കാൻ പോകുന്നത് distribution of current in two parallel resistors. ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. ഇവിടെ you are having two resistors R1 and R2. They are connected parallel to a PD of V volt. V വോൾട്ടേജ് ഉള്ള ഒരു സോഴ്സിലേക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ കറണ്ട് ഫ്ലോ നോക്കുക. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും കറണ്ട് I ഫ്ലോ ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ നിന്ന് കറണ്ട് I രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. I1 എന്നുള്ള കറണ്ട് R1ലൂടെ ഫ്ലോ ചെയ്യും. I2 എന്നുള്ള കറണ്ട് R2ലൂടെയും ഫ്ലോ ചെയ്യും. I1ഉം I2ഉം ഇവിടെ എത്തും. രണ്ടും കൂടി ചേർന്നാൽ നമുക്കറിയാം I1 plus I2 എന്ന് പറഞ്ഞാൽ I ആണ്. അത് രണ്ടും കൂടി ചേർന്ന് I ആയിട്ട് തിരിച്ച് സെല്ലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ അത് നോക്കി നമുക്ക് മനസ്സിലാവും, സെല്ലിൽ നിന്ന് പോകുന്ന കറൻറ്റും I ആണ്, സെല്ലിലേക്ക് വരുന്ന കറൻറ്റും I ആണ്. നമുക്ക് കാണേണ്ടത് R1ലും R2ലും R2വിലുമുള്ള കറണ്ടാണ്. I1ൻ്റെയും I2ൻ്റെയും വാല്യൂ ആണ്. വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു ഫൈൻഡ് I1 ആൻഡ് I2. എവിടുന്നാണ് നമ്മൾ തുടങ്ങുക? നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടും ഒരേ PD ആയിരിക്കും. R1ന് അക്രോസ് ആയിട്ടുള്ള വിയും PD-യും R2ന് അക്രോസ് ആയിട്ടുള്ള PD-യും സെയിം ആയിരിക്കും. നമ്മൾ അവിടുന്ന് തുടങ്ങുക. PD across R1 equals PD across R2. ഇനി R1ന് അക്രോസ് ആയിട്ടുള്ള PD എന്താ? V is equal to IR എന്നാണ്. R1ന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എന്താ? I1. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താ? R1. അപ്പോൾ നമുക്ക് കിട്ടും V equals I1 into R1. അതേപോലെ സെക്കൻഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള PD എന്താ? I2 into R2. So you can write I1 R1 equals I2 R2. ഇനി I equals I1 plus I2 എന്നല്ലേ? അപ്പോൾ I2ൻ്റെ വാല്യൂ എന്താ വരിക? I minus I1 എന്നാണ്. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു I minus I1 into R2. ഈ I1 R2 എന്നുള്ളത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകും അടുത്ത സ്റ്റെപ്പിൽ. I1 R1
പ്ലസ് I1 R2 ഈക്വൽസ് I ഇൻറ്റു R2. ഇവിടെ രണ്ടിലും I1 ഉണ്ട്, I1 കോമൺ ആണ്, അത് പുറത്തേക്ക് എടുക്കുക. I1 ഇൻറ്റു R1 പ്ലസ് R2 ഈക്വൽസ് I ഇൻറ്റു R2. അങ്ങനെയാണെങ്കിൽ I1ന്റെ വാല്യൂ എന്താ വരിക? I1 ഈക്വൽസ് I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതെങ്ങനെ വേർഡ്സിൽ എഴുതുക? കറന്റ് ത്രൂ ദ ഫസ്റ്റ് റെസിസ്റ്റർ ഈക്വൽസ് total current by total resistance into second resistance. Current through first resistor equals total current by total resistance into second resistance. അങ്ങനെയാണെങ്കിൽ I2 എങ്ങനെ എഴുതുക? Current through the second resistor I2 equals total current by total resistance into first resistance. Can write I2 equals I divided by R1 plus R2 into R1. അടുത്തത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇതൊരു സെല്ലാണ്. ഈ സെല്ലിലൂടെ ഇപ്പം നിലവിൽ കറന്റ് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. എപ്പോഴാണ് ഒരു സെല്ലിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുക? സെല്ലിലൂടെ കറന്റ് ഫ്ലോ ചെയ്യാൻ നമ്മൾ ആ സെല്ലിനെ ഒരു ക്ലോക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ടോയിലേക്കൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്ററിലേക്ക് ഈ സെല്ലിനെ കണക്ട് ചെയ്താൽ ആ സെല്ലിലൂടെ കറന്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇപ്പം നിലവിൽ ഈ സെല്ലിലൂടെ കറന്റ് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള PDA ആണ്, ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ EMF എന്ന് പറയാം. ഇറ്റ് ഈസ് ദ PD between the terminals of a cell in an open circuit. സെല്ലിലൂടെ കറന്റ് ഒന്നും ഫ്ലോ ചെയ്യാത്തപ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ സർക്യൂട്ട്. സോ ഹൗ വിൽ യു ഡിഫൈൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? ഇറ്റ് ഈസ് ദ PD between the terminals of a cell in an open circuit. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ PD between the terminals of a cell when no current flows through the cell. നിങ്ങൾ ഈ ഡയഗ്രാം കൺസിഡർ ചെയ്യാം. ഇതൊരു സെല്ലാണ്. സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിലേക്ക്, ഇതിന് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റർ എന്നാണ് പറയുക, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ നെഗറ്റീവ് ടെർമിനലാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിലേക്ക് കൊടുത്തു അല്ലേ, കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. പോസിറ്റീവ് ടെർമിനലിലൂടെ ഒഴുകി റെസിസ്റ്ററിലൂടെ ഒഴുകി ഈ നെഗറ്റീവ് ടെർമിനലിലെത്തി, നെഗറ്റീവ് ടെർമിനലിൽ നിന്നും സെല്ലിന്റെ ഉള്ളിലൂടെ ഒഴുകി അത് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തും. കറന്റ് ഓൾവേസ് ഫ്ലോ ഇൻ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നാണ്. പോസിറ്റീവിൽ തുടങ്ങി തിരിച്ച് ചാർജ് പോസിറ്റീവിലേക്ക് തന്നെ എത്തും. അങ്ങനെ കറന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ചാർജിന്റെ ഫ്ലോ ആണ്. അപ്പൊ ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഈ രീതിയിൽ ചാർജ് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും തുടങ്ങി തിരിച്ച് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്താൻ വർക്ക് ചെയ്യണം. ആ ചെയ്യുന്ന വർക്കിനെ നമുക്ക് EMF എന്ന് വിളിക്കാം. അപ്പൊ EMFന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താ? It is the work done by the cell to move a unit positive charge through the whole circuit. ഇവിടുന്ന് തുടങ്ങി മൂവ് ചെയ്യിച്ച് ഇവിടെ തന്നെ എത്തിക്കാനുള്ള. It is the work done by the cell to move a unit positive charge through the whole circuit. അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ EMFനെ ഡിഫൈൻ ചെയ്യാം. ഇതിനൊന്ന് ഇക്വേഷൻ ആക്കിയാലോ? EMF equals work done by unit charge. E equals W by Q. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ചാർജിൻ്റെത് കൂളംബാണ്. EMFന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളംബാണ്. ജൂൾ പെർ കൂളംബിന് പറയുന്ന പേരാണ് വോൾട്ട്. V എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടില് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലൂടെ കറന്റ് ഒന്നും ഒഴുകാത്തപ്പോഴുള്ള PDA ആണ് നമ്മൾ EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സെല്ലിന്റെ ഉള്ളിലൂടെയും കറന്റ് ഒഴുകുന്നു അല്ലേ, നമ്മളിവിടെ കണ്ടതാ. ഒരു സെല്ലിന്റെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് കറന്റ് ഇവിടുന്ന് തുടങ്ങി സെല്ലിന്റെ ഉള്ളിലൂടെ ഫ്ലോ ചെയ്തിട്ടാണ് തിരിച്ച് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നത്. നിങ്ങൾക്കറിയാം സെല്ലിന്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അങ്ങനെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ആ സെല്ലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റ് ആ കറന്റ് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യും. ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. It is the resistance offered by the electrolyte of the cell
to the flow of current through it. ഒരു സെല്ലിൻ്റെ ഉള്ളിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റ് ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ആർ. ഒരിക്കൽ എക്സാമിന് ചോദിച്ചിരുന്നു ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. സെല്ലിലുള്ള രണ്ട് ഇലക്ട്രോഡ്സിന് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ ഇലക്ട്രോഡ്സ്. ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ആ ഇലക്ട്രോഡ്സിന്റെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തത്, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ, കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സെല്ലിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ ഇനി മുതൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. സെല്ലിന്റെ ഉള്ളിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ടിനെ ഇലക്ട്രോലൈറ്റ് ഒപ്പോസ് ചെയ്യും. ആ റെസിസ്റ്റൻസിനെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ എന്നാണ് പറയുക. ടെർമിനൽ പി ഡി. ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ഈ സർക്യൂട്ടിൽ നമ്മൾ സെല്ല് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു ഇലക്ട്രിക്കൽ ഡിവൈസും ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിനെ നമ്മൾ പറയുക ക്ലോസ്ഡ് സർക്യൂട്ട് എന്നാണ്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള പി ഡി എ ആണ് നമ്മൾ ടെർമിനൽ പി ഡി എന്ന് പറയാം. Terminal PD is the potential difference between the two terminals of a cell in a closed circuit. അല്ലെങ്കിൽ അങ്ങനെ പറയാം, it is the PD between the two terminals of a cell when a current flows through the cell. നമ്മൾ EMF എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. It is the PD in an open circuit. ടെർമിനൽ പി ഡി എന്താണ്? ഇറ്റ് ഈസ് ദ പി ഡി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഇപ്പം ഇ എം എഫും ടെർമിനൽ പി ഡിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാണാൻ പോവാണ്. എങ്ങനെയാണ് കാണുക? ഐ ഇസ് ഈക്വൽ, ഓംസ് ലോ അപ്ലൈ ചെയ്യുക. ഐ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഐ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ ഇ എം എഫ് ഇവിടെ ഉണ്ട്, ഇ ആണ്. ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? ആർ പ്ലസ് ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്ത എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ കറണ്ട് വരിക ഐ ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ. നമ്മളിനി കാണാൻ പോകുന്നത് ടെർമിനൽ പി ഡി ആണ്. ടെർമിനൽ പി ഡി എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പി ഡി ആണ്. എക്സ്റ്റേണൽ റെസിസ്റ്റർ അവിടെ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുക. വി ഈസ് ഈക്വൽ ടു ഐ ആർ. എക്സ്റ്റേണൽ റെസിസ്റ്ററിലെ കറണ്ട് എത്രയാണ്? ഐ. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്? ക്യാപിറ്റൽ ആർ. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പി ഡി എത്രയാണ്? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഐൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഈക്വൽസ് ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ഇൻറ്റു ആർ. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ പി ഡി. ഇ എന്ന് പറഞ്ഞാൽ ഇ എം എഫ്, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. So we can say that the PD across the external resistor or terminal PD is given by V equals E divided by capital R plus R into R. ഇനി നമ്മൾ പറഞ്ഞു ഈ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഈ സെല്ലിലുള്ള റെസിസ്റ്റൻസ് അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നാ പറയാം. ഇന്റേണൽ റെസിസ്റ്റൻസ് ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അതിലുള്ള ഇലക്ട്രോലൈറ്റ് ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നാ പറയാം. അത് കാരണം അതിന്റെ സെല്ലിന്റെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ് നമ്മൾ കാണാൻ പോവാണ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻസൈഡ് ദ സെൽ, അത് ഡിനോട്ട് ചെയ്യുക വി ഡാഷ് എന്നാണ്. സെല്ലിന്റെ ഉള്ളിലുള്ള കറണ്ട് ഐ, സെല്ലിന്റെ ഉള്ളിലെ റെസിസ്റ്റൻസ് സ്മോൾ ആർ,
So you can write V dash equals I into small r. This PD is produced when a current flows inside the cell. സെല്ലിൻ്റെ ഉള്ളിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ടെർമിനൽ പി ഡി ഉണ്ട്, സെല്ലിൻ്റെ ഉള്ളിൽ വി ഡാഷ് ഉണ്ട്. then you can write EMF E equals V plus V dash. This EMF is equal to ഈ ക്യാപിറ്റൽ ആറിന് അക്രോസ് ആയിട്ടുള്ള ടെർമിനൽ പി ഡി വി പ്ലസ് സെല്ലിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വി ഡാഷ്. യു ക്യാൻ റൈറ്റ് ഇ ഈസ് ഈക്വൽ ടു വി പ്ലസ് വി ഡാഷ്. ഇനി നമ്മൾ ഈ ടെർമിനൽ പി ഡിയും ഇ എം എഫ് ഒക്കെ എന്താണെന്ന് പഠിച്ചു. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 1-2-3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യത്തത് നമ്മൾ ഇപ്പം പറഞ്ഞ ഇക്വേഷനാണ്, ഇ ഈസ് ഈക്വൽ ടു വി പ്ലസ് വി ഡാഷ്. അങ്ങനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വി ഈക്വൽസ് ഇ മൈനസ് വി ഡാഷ്. വി എന്ന് പറഞ്ഞാൽ ടെർമിനൽ പി ഡി ആണ്, ഇ എന്ന് പറഞ്ഞാൽ ഇ എം എഫ് ആണ്, വി ഡാഷ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻസൈഡ് ദ സെൽ. ഈ വി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് ഐ ഇൻറ്റു സ്മോൾ ആർ എന്ന് എഴുതാം. സോ യു ക്യാൻ റൈറ്റ് വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. നമ്മൾ ഐൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുക. ഐൻ്റെ വാല്യൂ 0 എന്ന് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? വി ഈസ് ഈക്വൽ ടു ഇ. അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? കറണ്ട് ഇല്ലാത്തപ്പോൾ ഉള്ള പി ഡി എ ആണ് നമ്മൾ ഇ എം എഫ് എന്ന് പറയുക. കറണ്ട് ഇല്ലാത്തപ്പോൾ, കറണ്ട് 0 ആകുമ്പോൾ ഉള്ള പി ഡി എ നമ്മൾ ഇ എം എഫ് എന്നാണ് പറയുന്നത്. നമ്മൾ തുടക്കത്തിലും പറഞ്ഞത് ഇ എം എഫ് ഇസ് ദ പി ഡി ഇൻ എ ഓപ്പൺ സർക്യൂട്ട്. ആ പറഞ്ഞ കാര്യം നമ്മളൊന്ന് പ്രൂവ് ചെയ്തു എന്ന് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ് വി ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ഇൻറ്റു ആർ. അങ്ങനെയാണെങ്കിൽ ആർ പ്ലസ് ആറിന്റെ വാല്യൂ എന്താ വരിക? ആർ പ്ലസ് ആറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക, വിനെ റൈറ്റിലേക്ക് കൊണ്ടുവരാം. ആർ പ്ലസ് ആർ ഈക്വൽസ് ഇ ബൈ വി ഇൻറ്റു ആർ. ഈ ക്യാപിറ്റൽ ആറിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. സ്മോൾ ആർ ഈക്വൽസ് ഇ ബൈ വി ആർ മൈനസ് ആർ. ഇവിടെയും ആർ ഉണ്ട്, ആർ കോമൺ ആണ്, ആറിനെ പുറത്തേക്ക് എടുക്കാം. യു വിൽ ഗെറ്റ് സ്മോൾ ആർ ഈക്വൽസ് ഇ ബൈ വി മൈനസ് 1 ഇൻറ്റു ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. സ്മോൾ ആർ ഈക്വൽസ് ഇ ബൈ വി മൈനസ് 1 ഇൻറ്റു ആർ. ഇ എന്ന് പറഞ്ഞാൽ ഇ എം എഫ് ഓഫ് ദ സെൽ, വി എന്ന് പറഞ്ഞാൽ ടെർമിനൽ പി ഡി, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. നമ്മൾ പഠിച്ച സർക്യൂട്ടാണ് അല്ലേ? സെല്ല് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതനുസരിച്ചിട്ട് സെല്ലിന്റെ ചാർജ് കുറഞ്ഞു വരും. നമ്മൾ പറയുക സെൽ ഈസ് ഡിസ്ചാർജിങ്. ഇവിടെയുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്, വി ഈക്വൽസ് ഇ മൈനസ് വി ഡാഷ്. അപ്പോൾ ഇവിടെ സെല്ലിലെ ചാർജ് കുറയുക ചെയ്യുക, സെല്ലിൽ നിന്ന് നമ്മൾ കറണ്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സെല്ലിലെ ചാർജ് കുറയുന്നു, വി സേ ദാറ്റ് സെൽ ഈസ് ഡിസ്ചാർജിങ്. സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക? സെല്ലിൻ്റെ ഉള്ളിൽ കറണ്ട് ഫ്ലോസ് ഫ്രം ഇങ്ങനെ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ പോസിറ്റീവിലൂടെ ഫ്ലോ ചെയ്ത് നെഗറ്റീവിലെത്തി സെല്ലിൻ്റെ ഉള്ളിൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുക. യു ക്യാൻ സേ ദാറ്റ് when a cell is discharging, current flows from negative to positive terminal inside the cell. ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. അതുപോലെ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, the EMF is greater than terminal PD. ഇതൊരു ഡിസ്ചാർജിങ്ങിന്റെ കേസാണ്. ഇനി ഇതേപോലെ നമുക്ക് ചില സെല്ലുകളെ ചാർജ് ചെയ്യാൻ പറ്റും. സെല്ലിലെ ചാർജ് കുറയുമ്പോൾ നമ്മൾ ആ സെല്ലിനെ ഒരു ബാറ്ററി ചാർജറിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ആ സെല്ലിനെ ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങളെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, നമ്മളെ കാറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, നിങ്ങൾ ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഡാനിയൽ സെല്ലും ലിക്ലാഷൻ സെല്ലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ സെല്ലുകൾ ഇതിനൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യുമ്പം ഇക്വേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഡയഗ്രാം നോക്കുക. ഇതാണ് ഡയഗ്രാം. ഇതാണ് ബാറ്ററി ചാർജർ. ബാറ്ററി ചാർജറിന്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ കൊടുക്കും. ബാറ്ററി ചാർജറിന്റെ നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കും. കറണ്ട് ഫ്ലോ ചെയ്ത് നോക്കൂ.
current flows from the positive terminal to the negative terminal inside the cell. ഒരു സെല്ലിന്റെ ഉള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുക പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. എന്നാൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെല്ലിന്റെ ഉള്ളിലാണ്, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. അപ്പൊ കറണ്ട് ഫ്ലോയിൽ വ്യത്യാസം ഉണ്ട് അല്ലേ? ഞാൻ അതേപോലെ ഇക്വേഷനിൽ വ്യത്യാസം ഉണ്ടോ നോക്കുക. ഒരു സെല്ല് ചാർജ് ചെയ്യുമ്പോൾ ടെർമിനൽ പീഡിന്റെ ഇക്വേഷൻ വരിക വി ഈക്വൽസ് ഇ പ്ലസ് വി ഡാഷ്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ? വി ഈക്വൽസ് ഇ മൈനസ് വി ഡാഷ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി ഈസ് ഗ്രേറ്റർ ദാൻ ഇ. ഒരു സെല്ല് ചാർജ് ചെയ്യുമ്പോഴും ഒരു സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണിത്. നമുക്ക് ഡിസ്ചാർജിങ്ങിന്റെ കേസാണ് പഠിക്കാനുള്ളത്. ഒരു കമ്പാരിസന് വേണ്ടി ചാർജിങ്ങിന്റെ കേസും കൂടി പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി ഡാഷ്. ഇ ഈസ് ഗ്രേറ്റർ ദാൻ വി. കറന്റ് ഫ്ലോസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ. ഒരു സെല്ല് ചാർജ് ചെയ്യുമ്പോൾ വി ഈക്വൽസ് ഇ പ്ലസ് വി ഡാഷ്. ഹിയർ വി ഈസ് ഗ്രേറ്റർ ദാൻ ഇ. കറന്റ് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ഇൻസൈഡ് ദ സെൽ. ഇതാണ് ചാർജിങ്ങിന്റെയും ഡിസ്ചാർജിങ്ങിന്റെയും തമ്മിലുള്ള വ്യത്യാസം.